ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ഓർഡേഴ്സ് ഉള്ളൊരു ദിവസം ഡോനറ്റ് ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ആർക്കും ഡോനറ്റ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഡോനറ്റ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വയ്ക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് നേരിയ ചൂടോട് കൂടിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ ആക്റ്റീവ് ആകുന്ന പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട, 1/4 കപ്പ് ഷുഗർ പൗഡർ, 1/4 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ ചേർക്കുക. 6 ഡോനറ്റിനുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 50 ഗ്രാം ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റും എഗ്ഗ് മിക്സ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഒരു 20 മിനിറ്റ് കൈവച്ച് നന്നായി കുഴച്ചെടുക്കണം. ഈ ബൗളിൽ അല്പം ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഡോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഒരു മൂടി വെച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചോ കവർ ചെയ്ത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഇത് 3 മണിക്കൂറിന് ശേഷം ഡോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലെ എയർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ പഞ്ച് ചെയ്ത് കൊടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദപ്പൊടി ഒന്ന് വിതറി നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കണം. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്താനായിട്ട്. ഇനി ഇതേപോലെ ഒരു മൂടി വെച്ച് ഡോനറ്റ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ശേഷം ഇതേപോലെ ചെറിയൊരു മൂടി വെച്ച് സെൻട്രലായി ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം തന്നെ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കോട്ടൺ ടവൽ വെച്ച് മൂടി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി. ഈ ഒരു സമയം നമുക്ക് ഡോനറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 50 ഗ്രാം വിപ്പിംഗ് ക്രീമും ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം എടുത്ത് ബൗളിൻ്റെ അടി തട്ടാതെ വിധത്തിൽ അതിന് മുകളിലായി വയ്ക്കാം. ഇനി അടിയിലെ ആവി തട്ടി ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റാകാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്.
നേരത്തെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ച ഡോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കളറാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഡോനറ്റ് നന്നായി ചൂടാറിയ ശേഷം ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ഒരു പകുതി പോർഷൻ മാത്രം ചോക്ലേറ്റിൽ ഇതേപോലെ ഇറക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം ഗനാഷിൽ ഡിപ്പ് ചെയ്ത ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബോൾസും വെർമസെല്ലിയും ഒന്ന് ഇട്ട് അലങ്കരിക്കുന്നുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ നിന്നും തന്നെ സെറ്റായ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഡോനട്ട് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കേണ്ടതില്ല, നല്ല ഹാർഡായി പോകും. പിന്നെ ഡോനട്ട് ഉണ്ടാക്കാനുള്ള നല്ലൊരു ഈസി വേ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ താങ്ക് യു.